morning. Good morning. Good morning. Yes, പനിയൊക്കെ മാറി. സുഖായിരിക്കണം കേട്ടാ. എല്ലാവരും സുഖായിരിക്കണ? Okay. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് പേഴ്സണൽ പോളിസീസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് പറഞ്ഞു അല്ലെ. ഇനി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പേഴ്സണൽ പോളിസി. പേഴ്സണൽ പോളിസീസ് ക്യാരക്ടറിസ്റ്റിക്സ്. പേഴ്സണൽ പോളിസിയുടെ സവിശേഷതകൾ എന്തെല്ലാം? പോളിസി എങ്ങനെയൊക്കെ ആയിരിക്കണം? പേഴ്സണൽ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? നോക്കാം. It should be clear, positive and early അല്ല, easily എന്നാണ് കേട്ടോ. early എന്ന് വെട്ടിയിട്ട് easily എന്നാക്കാം. Easily understood by each and every employee of the organization. Positive and easily understood. And കേട്ടോ, early എന്നുള്ളടത്ത് മാറ്റി easily എന്നാക്കാം. ഇതെവിടെ? Okay. But each and every employee of the organization. And policies എന്ന് പറഞ്ഞാൽ ആ നിയമാവലികൾ എങ്ങനെയായിരിക്കണം? പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ക്ലിയർ ആയിരിക്കണം അല്ലെ? should be clear, positive അല്ലെ? പോസിറ്റീവ് ആയിരിക്കണം. then easily understood by each and every employee of the organization. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും ക്ലിയർ ആയിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതുമായിരിക്കണം എന്ത് പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന സവിശേഷതയിൽ വരുന്ന എന്താണ്? ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, easily understood by each and every employee of the organization. Okay. Personal policies ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ഓരോ എംപ്ലോയീസിനും ഓർഗനൈസേഷനിലുള്ള ഓരോ മെമ്പേഴ്സിനും എന്താണ് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഫോം. ഇതെങ്ങനെയുള്ളതായിരിക്കണം? ഒരു പോളിസീസ് എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലായിരിക്കും? റിട്ടേൺ ഫോമിലായിരിക്കും അല്ലെ? ഒരു രേഖാരൂപത്തിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക അല്ലെ? പോളിസീസ് അങ്ങനെയല്ലേ? നിയമാവലികളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും അല്ലെ? റിട്ടേൺ ഫോംസിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ആൽസോ. പിന്നെ എങ്ങനെയായിരിക്കും അത്? ലോക്കൽ ലാംഗ്വേജിലായിരിക്കും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പ്രാദേശിക ഭാഷയിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ആൽസോ. ഓക്കെ. Next, it should be generally known to all those who are interested.
should be generally known to all those who are interested. എന്താണ് ആ പോളിസീസിനെ കുറിച്ചിട്ട് എല്ലാ ഇൻട്രസ്റ്റസും അല്ലെ, താല്പര്യമുള്ളവർ എല്ലാവരും അതിനെ പറ്റി അറിഞ്ഞിരിക്കണം അല്ലെ. Generally known to all those who are interested. പോളിസീസിനെ പറ്റി താല്പര്യമുള്ളവരെല്ലാം തന്നെ പൊതുവായിട്ട് അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. It should be written in order to preserve it against loss. It should be written in order to preserve it against loss. എന്താണ് ലോസ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്? ലോസ്. യെസ്, നഷ്ടം അല്ലെ. ഏതെങ്കിലും തരത്തിലുള്ള ലോസസ് ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ പോളിസീസ് ആവശ്യമായി വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുമ്പോഴാണ് ഈ പോളിസീസ് എന്താണ് ആവശ്യമായി വരുന്നത്, ആ റിട്ടേൺ ഫോം ആവശ്യമായിട്ട് വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകമായ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാൽ ഇത്തരത്തിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന ഈ പോളിസീസ് എന്താണ് ഉപകാരപ്രദമായി വരുന്നു. It must be reasonably stable but not rigid. എന്താണ് it must be reasonably stable but not rigid. എന്താണ് ഇത് ഈ ഒരു പോളിസീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ഥിരതയുള്ളതായിരിക്കണം അല്ലെ, സ്റ്റേബിൾ ആയുള്ളതായിരിക്കണം. അതുപോലെ എന്താണ് ബട്ട് നോട്ട് റിജിഡ്, പക്ഷെ എന്താണ് കർശനമായിട്ട് കർശനമായിട്ടുള്ള രീതിയിലായിരിക്കട്ടെ അത് തയ്യാറാക്കപ്പെടേണ്ടത്. സ്റ്റേബിൾ ആയിരിക്കണം. പോളിസീസ് നിയമങ്ങളെല്ലാം സ്ഥിരതയുള്ളതായിരിക്കണം, പക്ഷെ കർശനമായിട്ടുള്ളതാവാൻ പാടില്ല. ഓക്കെ. ഇറ്റ് മസ്റ്റ് ബി reasonably stable but not rigid. It should be the result of the careful analysis of all the available facts. It should be the result of the careful analysis of the available facts. എന്താണ് ലഭ്യമായിട്ടുള്ള എല്ലാ വസ്തുതകളുടെയും ഒരു ഫലമായിട്ടായിരിക്കും ഇത് തയ്യാറാക്കപ്പെടേണ്ടത് അല്ലെ. ലഭ്യമായിട്ടുള്ള എല്ലാ ഫാക്ട്സും എല്ലാ വസ്തുതകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം ഈ പോളിസീസുകൾ അനലൈസ് ചെയ്യേണ്ടത്. It should be the result of the careful analysis of all the available facts. Available ആയിട്ടുള്ള ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോളിസീസ് കെയർഫുൾ ആയിട്ട് അനാലിസിസ് ചെയ്യേണ്ടത്. It should be uniform throughout the organization. It should be uniform. അല്ലെ, ഇതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. യൂണിഫോം എന്താണ്? യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഒരു ഒരേപോലെയുള്ളതായിരിക്കും. ഓർഗനൈസേഷനെ ഒരു യൂണിഫോം ആയിട്ട് കൊണ്ടുപോകുന്നത്, ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം ആ നിയമങ്ങൾ തയ്യാറാക്കപ്പെടേണ്ടത്. യെസ്, വെരി കറക്റ്റ് ആയിട്ട്. It must be provided two-way communication system between the management and the employees. It must provide a two-way communication system. ആരൊക്കെ തമ്മിലായിരിക്കണം ഒരു two-way communication system ഉണ്ടായിരിക്കുന്നത്? Between the management and the employees. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലൊരു two-way communication system ഉണ്ടായിരിക്കണം. ഓക്കെ. അതിവിടെ നോക്കിയാൽ എന്തൊക്കെയാണ് പേഴ്സണൽ പോളിസീസ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ്, എങ്ങനെയുള്ളതായിരിക്കണം പോളിസീസ്, നിയമങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? should be clear, positive and easily understood by each and every employee of the organization. വളരെ ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ഈസി ആയിട്ട് തന്നെ എല്ലാ എംപ്ലോയീസിനും മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കണം പോളിസീസുകൾ തയ്യാറാക്കപ്പെടേണ്ടത്. It should be written form അത് രേഖാമൂലമായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിരിക്കുക. ഇത് ലോക്കൽ ലാംഗ്വേജിലായിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാദേശിക ഭാഷയിലാണ് പോളിസീസ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. Generally known to all those who are interested. എല്ലാവരുടെയും ഇൻട്രസ്റ്റുകളൊക്കെ എല്ലാവരുടെയും ആ ഒരു താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ടായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക. Return in order to preserve it against loss. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിഷേധാത്മകമായ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഇതൊരു റിട്ടേൺ ഓർഡർ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ പ്രത്യേകമായിട്ട് നിയമാവലികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ. ഓക്കെ.
ഇറ്റ് മസ്റ്റ് ബി റീസണബിളി സ്റ്റേബിൾ. ഈ നഷ്ടം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏത് തരത്തിലുള്ള നഷ്ടങ്ങളായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ വരുന്നത്? against loss എന്തൊക്കെയായിരിക്കും വരുന്നത്? പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന നഷ്ടം ഉണ്ടായിരിക്കും അല്ലെ? യെസ്. പിന്നെ എന്തെങ്കിലും റിസോഴ്സസിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അത് വളരെയധികം ബാധിക്കും. അതുപോലെ മെറ്റീരിയൽസുകൾ, മറ്റ് റിസോഴ്സസുകള്, ഓക്കെ. യെസ്, പ്രൊഡക്റ്റില് ഡാമേജസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ? Then loss of employees, very good. Loss of employees എന്താണ്? എങ്ങനെയുള്ള റൂൾ ആയിരിക്കണം അവിടെ? സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്, സ്ഥിരതയുള്ളതുമായിരിക്കണം എന്നാൽ കർശനമുള്ള നിയമങ്ങളാവാൻ പാടില്ല. It should be the result of the careful analysis of the available facts അല്ലെ? കെയർഫുൾ ആയിട്ടുള്ള അവൈലബിൾ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് കെയർഫുൾ ആയിട്ട് അനാലിസിസ് ചെയ്യേണ്ടത്. പിന്നെ അതൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കണം അല്ലെ? ഇറ്റ് ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡ് എ two-way communication system between അതൊക്കെ തമ്മിലാണ് മാനേജ്മെന്റ് ആൻഡ് ദി എംപ്ലോയീസ്. ഇത്രയും സവിശേഷത, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു പേഴ്സണൽ പോളിസിയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പേഴ്സണൽ പോളിസിയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, പ്രിൻസിപ്പിൾസ് നോക്കി, ഒബ്ജക്റ്റീവ്സ് നോക്കി, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് അതിന്റെ ഡെഫിനേഷൻ. ഇത്രയും 4 കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനി വരുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഒരു ഓർഗനൈസേഷന്റെ ഘടന എങ്ങനെയാണ്, ഒരു സംഘടനയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? An organization structure explains how activities like task allocation, coordination, and supervision are directed toward the achievement of organizational aims. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്? ടാസ്ക് അലോക്കേഷൻ ഉൾപ്പെടുന്നത്, ഏതൊക്കെ ടാസ്കുകൾ ആർക്കൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം. പിന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, സൂപ്പർവിഷൻ ആൻഡ് ഇത്രയും കാര്യങ്ങൾ, പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു രൂപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സൂപ്പർവിഷൻ, കോർഡിനേഷൻ, ടാസ്ക് അലോക്കേഷൻ, ഇത്രയും കാര്യങ്ങളിൽ ഒരു പ്രത്യേകമായ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഫോം ചെയ്യപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ, നേട്ടം ഉണ്ടാകുള്ളൂ. അല്ലാതെ ഒരു എന്താണ് തോന്നിയ പോലെ ഒരു സ്ട്രക്ചറിൽ അത് എന്താണ് തയ്യാറാക്കാനായിട്ട് സാധിക്കില്ല. അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറിലൂടെ മാത്രമേ ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നോക്കി, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് അണ്ടർലൈൻ ചെയ്യാട്ടോ. ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ ആൻഡ് സൂപ്പർവിഷൻ. കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റ് എന്താണ്? അത് ഏത് രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്? ഫസ്റ്റ് എന്താണ് വരുന്നത്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ടാസ്ക് പൂർത്തീകരണവും അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? സംതൃപ്തി അല്ലെ? എംപ്ലോയീസിന്റെ സംതൃപ്തി ഉണ്ടായിരിക്കണം. ടാസ്ക് പൂർത്തീകരിക്കുകയും വേണം. അതെങ്ങനെ പൂർത്തീകരിക്കണം? പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനോട് തന്നെ സംതൃപ്തിപരമായിട്ട് അല്ലെ, ഫുൾഫിൽ ആയിട്ട് വേണം ഒരു വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് അല്ലെ? അതാണ് ഫസ്റ്റ് പോയി വരുന്ന ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണല്ലേ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. സെക്കൻഡ് വരുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെ? ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നതിന് ഒരു ഡെലിഗേഷൻ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും, ഒരു പ്രതിനിധി സംഘം ഉണ്ടായിരിക്കും അല്ലെ? ഒരു കൂട്ടായ കുറച്ച് ആൾക്കാരുടെ കുറച്ച് എന്താണ്
കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടാണ് എന്താണ് അത് നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ഓർഗനൈസേഷൻ. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ the right to act, to take decisions, to requisition resources, to give direction to others to act on, to execute other tasks in order to fulfill job responsibilities. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? എന്താണ് അല്ലെ ഒരു ജോലി ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നതിനായിട്ട് അല്ലെ ഏത് സമയത്താണ് അത് ചെയ്യേണ്ടത്, അതിന് പ്രത്യേകമായ തീരുമാനങ്ങൾ, ഏതൊക്കെ റിക്വസ്റ്റ്സ്. ഇപ്പൊ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അതിനൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, കുറച്ച് ആൾക്കാർ അതിലുണ്ടായിരിക്കും അല്ലെ, അത് ആക്ട് ചെയ്യുന്നതിനും റൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനും അതിന്റെ പ്രത്യേക തീരുമാനങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതിനും ആവശ്യമെങ്കിൽ റിസോഴ്സസ് അല്ലെ റിക്വസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമെങ്കിൽ റിസോഴ്സസ് റിക്വസ്റ്റേഷൻ ഓഫ് റിസോഴ്സ് എന്ന് വെച്ചാൽ വിഭവങ്ങളുടെ ലഭ്യത ആവശ്യമുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യുന്നു. ടു ഗീവ് ഡയറക്ഷൻ ടു അതേഴ്സ് അല്ലെ, പിന്നെന്താണ് മറ്റുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. Then to others to act on executive other tasks in order to fulfill job responsibility. Okay, എന്താണ് അതായത് മറ്റുള്ളവരുമായിട്ട് പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട തീരുമാനങ്ങൾ കൊടുക്കുക. പിന്നെന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് വേർതിരിച്ചു കൊടുക്കുക. ഓക്കെ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പ്രധാനമായും എന്താണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് വേണ്ട നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, to give direction to others to act, to execute others' tasks in order to fulfill job responsibilities. And delegation of authority എന്ന് പറയുന്നത് പ്രതിനിധി സംഘം. Okay. നമ്മളൊരു ഓർഗനൈസേഷൻ ഒരു സംഘടന എടുക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരു മാനേജർ ഉണ്ടായിരിക്കും, എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ, ഓരോന്നിന്റെ കീഴിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് അവർക്കുള്ള പ്രത്യേക ഡയറക്ഷൻസ് കൊടുക്കുന്നതിന് മുകളിലും താഴെയായിട്ടൊക്കെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഡയറക്ഷൻസ് പ്രകാരമായിരിക്കും അവരുടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ. ടെക്നിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, മറ്റ് അതർ സ്റ്റാഫുകള്, അങ്ങനെ ഒരു സംഘടനയിൽ പല വിധത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജോബ്സുകള് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ ജോബ് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് പ്രത്യേക സമയത്ത് പ്രത്യേക നിർദ്ദേശങ്ങൾ, ഏതൊക്കെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ഏതൊക്കെ സമയത്ത് തീർക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു അതോറിറ്റി ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്താണ്? പ്രോപ്പർ ആയിട്ട് ഒരു മേൽനോട്ടം വഹിക്കുന്നുണ്ട് അല്ലെ. ഓർഗനൈസേഷന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, മേൽനോട്ടത്തിന്റെ ഒരു ശരിയായ പരിധി ഉണ്ടായിരിക്കും, മേൽനോട്ടം ഉണ്ടായിരിക്കും, നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ അവിടെ ഉണ്ടായിരിക്കും അല്ലെ. ഓർഗനൈസേഷൻ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അവിടെ നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. എങ്കിൽ എന്താണ് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ് എന്നത് സൂപ്പർവൈസ് ചെയ്യാന്ന് പറയുന്നത്. സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിരീക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവർ സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത് എംപ്ലോയീസ് ചിലപ്പോൾ അറിയാതെ പോകും. അപ്പൊ ഒരു സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എന്താണ് അതൊക്കെ മേലോട്ട് നയിക്കാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ വീഴ്ചയും സംഭവിക്കാതെ തന്നെ അത് പ്രോപ്പർ ആയിട്ട് ആ ഓർഗനൈസേഷനിലെ മറ്റു കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? ദ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. The degree of specialization. Under specialization, limited duties are performed regularly and repeatedly from the personal point of view. Specialization makes the learning of job routines easier and turns the work into an expert in his job.
എന്താണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ? സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ വിദഗ്ധമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും, സ്പെഷ്യലിസ്റ്റ് ആകുന്നു. ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആകുന്നത്. ഇത്രയും മനസ്സിലാക്കുക. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തില് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരുപാട് വർഷം കാലം അവർ വർക്ക് ചെയ്ത് എന്താണ് ആള് അതില് സ്പെസിഫൈഡ് ആവുന്ന അല്ലെ, വിദഗ്ധനായി മാറും. ഒരു പ്രാവശ്യം ഒന്നും ആൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല. അയാള് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അയാൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആവും അല്ലെ. പിന്നെന്താണ് ഓക്കെ. അപ്പൊ ആളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് ആളുകൾ എന്തുണ്ടാകുന്നത്, ജോലിയിൽ ആള് വൈദഗ്ധ്യം നേടുന്നത്. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ആളുടെ വർക്കിലുള്ള ആ പെർഫോമൻസ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ആളിൽ എന്തുണ്ടാകുന്നത്, ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നത്. ആ ജോലിയിൽ അയാള് വൈദഗ്ധ്യം നേടുന്നത്. ഓക്കെ. Then communication channel should be proper. ഇന്നത്തെ സ്ട്രക്ചർ എന്താണ്? പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കും. നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്ന ഒരു പ്രോപ്പർ ചാനല് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ മെയിൻ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു ഓർഗനൈസേഷന്റെ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, delegation of authorities, proper span of supervision, the degree of specialization and communication channel should be proper. നിങ്ങൾ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട, ഈ മെയിൻ ഹെഡിങ്സ് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെ കോൺസെപ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റേത്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, delegation of authority, proper span of supervision, the degree of specialization and communication channel should be proper. Okay. Clear ആണോ കോൺസെപ്റ്റ്? യെസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്താ? പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരുപാട് മൾട്ടി ടാസ്കിംഗ് പ്രോസസ്സിലൂടെയാണ്, ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് സാധ്യമാകുന്നത്. ഇവിടെ അതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. Human resource planning. The most valuable asset of an organization is human resources and not the money or physical equipment. ഒരു ഓർഗനൈസേഷനിലെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്, ഏറ്റവും വലിയ മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മനുഷ്യ വിഭവമാണ് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറയുന്നത്. ഓക്കെ. Human resources or manpower planning is the process with which a management determines how an organization should move from its current manpower position to its desired manpower position. ഈ മാൻപവർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മാൻപവർ പ്ലാനിങ് ചെയ്യുന്നത്? കറണ്ട് പൊസിഷനിൽ നിന്നും അവര് ഡിസൈറബിൾ ആയിട്ടൊരു പൊസിഷനിലേക്ക് അല്ലെ, അവർ അച്ചീവ് ചെയ്യുന്ന പൊസിഷൻസിലേക്ക് എത്തിപ്പെടുവാനായിട്ടാണ് മാൻപവർ പ്ലാനിങ് ചെയ്യുന്നത് അല്ലെ. അതായത് അവരെ പോളിഷ് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ആ ഓർഗനൈസേഷനിലെ ആ ഹ്യൂമൻ റിസോഴ്സിന് അവിടെ വർക്ക് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അതായത് കറണ്ട് സിറ്റുവേഷനിൽ നിന്നും ആ വിജയകരമായി അച്ചീവ് ചെയ്യുന്ന പൊസിഷൻസിലേക്ക് എത്തിപ്പെടുന്നത് വരെ എന്ത് വേണം? വ്യക്തമായ പ്ലാനിങ്ങോടും കൂടി മാത്രമേ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Through planning and management tries to have the right number, the right kind of people at the right place at the right time to do things which result in both the organization and the individual receiving the maximum long range benefits. അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്? എന്താണ്?
അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അത് പരിശ്രമിക്കേണ്ടി വരും. ഏതൊക്കെ നമ്പർ ഓഫ് പീപ്പിളിനെ എവിടെയൊക്കെ നിർത്തണം, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഏതൊക്കെ പ്ലേസിൽ കണ്ടക്ട് ചെയ്യണം, എത്ര ടൈം അതിന് കൊടുക്കണം, ഓക്കെ എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ഇൻഡിവിജ്വൽസിനെയാണ് സ്വീകരിക്കേണ്ടത്, ആരൊക്കെ എവിടെയൊക്കെ നിലനിർത്തണം. നമ്മൾ പഠിച്ചില്ലേ, ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പേഴ്സണൽ പോളിസിയില് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ അല്ലെ, ആരൊക്കെ ഏതൊക്കെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പൊസിഷനിൽ മാത്രമേ അവരെ നിയമിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ മാത്രമാണ് ആ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് മാൻ പവർ പ്ലാനിങ് കൊണ്ട് എന്തെങ്കിലും സാധ്യമാകുള്ളൂ. അല്ലെങ്കിൽ യാതൊരുവിധ പ്ലാനിങ് ഇല്ലെങ്കിൽ എന്താണ്, അത് കൈകാര്യം ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കാം. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നതാണത് ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് വെൽഡായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അതിന് ഒരുപാട് മൾട്ടി പ്രോസസ്സിംഗ് വരുന്നുണ്ട്. അപ്പോ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ ഓരോ പോയിന്റ്സ് മാത്രം പഠിക്കുക കേട്ടോ. മെയിൻ പോയിന്റ്സ് മാത്രം പഠിക്കുക, അതിനുള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എല്ലാരും അതുപോലെ വാരി വലിച്ച് പഠിക്കണ്ട. ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? അതിന് ഒരുപാട് മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കൂടി കടന്നു പോയിട്ടാണ് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഒരുപാട് പ്രോസസ്സ്, ഒന്നോ രണ്ടോ പ്രോസസ്സ് അല്ല, ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് ഉള്ളത് അല്ലെ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ് അല്ലെ. ആദ്യത്തെ പോയിന്റ് എന്താണ്? ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ടു ഡിസൈഡ് ഗോൾസ് അല്ലെ. ഗോൾസ് ഓർ എയിംസ് എന്താണ്? ലക്ഷ്യം അല്ലെ. നല്ല രീതിയിൽ ഒരു ലക്ഷ്യം തീരുമാനിക്കണം, ഡിസൈഡ് ചെയ്യണം. The main purpose in one of the matching or fitting employees' abilities to enterprise requirements, emphasizing on future instead of present arrangements. ഇവിടെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുമ്പോൾ എന്താണ്? നല്ല കഴിവുള്ള മാൻ പവേഴ്സ് അല്ലെ, നല്ല കഴിവുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുക അല്ലെ. നല്ല കഴിവുള്ള എംപ്ലോയീസിനെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതന്നെയായിരിക്കണം പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ജീവനക്കാരുടെ കഴിവാണ് അവിടെ പ്രധാനം. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ കഴിവ് അല്ലെ. കഴിവുള്ളവരെ മാത്രമല്ലേ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യുള്ളൂ, ഒരു ജോലി സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഭാവിയിലേക്കും അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ കഴിവുള്ള ജീവനക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് തന്നെയാണ് ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ് എന്ന് പറയുന്നത് എന്താണ്? നല്ല കഴിവുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുക. ഫിറ്റിംഗ് എംപ്ലോയീസ് abilities to enterprise requirements, emphasizing on future instead of present arrangements. അതായത് ഇപ്പൊ നിലവിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഭാവിയിൽ അവരെ കുറച്ച് കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിവുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. ഓക്കെ, underline ചെയ്യാം. ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. ഫസ്റ്റ് പ്രോസസ് ആണ് ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. എന്താണ്? ഭാവിയിലേക്കുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതുപോലെ തന്നെ എന്താണ്? മാൻ പവർ നീഡ്സ് അല്ലെ. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? മാനേജ്മെന്റ് മസ്റ്റ് ഇവാലുവേറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ അറ്റ് എ ഗിവൻ പോയിന്റ് ഇൻ ടൈം. For this evaluation, the number and type of employees required must be determined. Estimate future organization structure. എന്താണ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല്?
ഭാവിയിൽ വരാനുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം അല്ലെ. മാൻ പവർ നീഡ്സുകള് അംഗീകരിച്ചിരിക്കണം. മാൻ പവർ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ പവർ നീഡ്സ് മനുഷ്യന്റെ ആവശ്യകതകളും കണക്കാക്കുക അല്ലെ. ഓർഗനൈസേഷന്റെ ഭാവി മാത്രമല്ല മാൻ പവറിലുള്ള അവരുടെ ആവശ്യങ്ങളും കണക്കാക്കുകയും വേണം അല്ലെ. വെറുതെ കുറച്ച് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവരുടെ കഴിവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്താൽ മാത്രം പോരാ. ഫ്യൂച്ചറിലേക്ക് ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലും അവരുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കുന്ന തരത്തിലുമായിരിക്കണം ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. അപ്പൊ അതിലെങ്ങനെയൊക്കെയാണ് അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തെടുക്കുക, അതെങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കും? The number and type of employees required must be determined. ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം അല്ലെ. ഭാവിയിലേക്കും എന്താണ് ആ ഒരു എണ്ണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കണം. എത്ര മാൻ പവേഴ്സ് അവിടെ വർക്ക് ചെയ്യാനായിട്ടുണ്ടാകും എന്നുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഭാവിയിലേക്ക് ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമല്ല ഒരു സംഘടന വർക്ക് ചെയ്യുന്നത് അല്ലെ. തുടർന്ന് പിന്നീട് മുന്നോട്ട് ഫ്യൂച്ചറിലേക്കും അത് പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പൊ എത്രത്തോളം ആൾക്കാർ, എത്രത്തോളം നമ്പർ ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു എസ്റ്റിമേഷൻ, ഒരു കണക്കുകൂട്ടൽ അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇത്ര എംപ്ലോയീസ് വരാൻ ചാൻസസ് ഉണ്ട്, ഇത്ര എംപ്ലോയീസിന് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ. മാത്രമല്ല അവരുടെ ആവശ്യങ്ങളും പരിഗണിച്ചിട്ട് വേണം അത്തരത്തില് സംഘടന പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പ്രോസസ് ആണ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. ഇനിയിപ്പോ നമ്മൾ നമ്പേഴ്സ് ഒക്കെ തിരഞ്ഞെടുത്തിട്ട് ആൾക്കാരുണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയതിനു ശേഷം കണക്കിലെടുത്തതിന് ശേഷം എന്താണ്? ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. ആ ഹ്യൂമൻ റിസോഴ്സിനെ ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? ഇത് ഓരോ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ടാണ് പഠിക്കണം കേട്ടോ. To audit human resources. Once the future human resources needs are estimated, the next step is to decide the present supply of manpower resources. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? Decide the supply of manpower resources. Manpower supply ആണ്. മാൻപവേഴ്സിന് ഏതൊക്കെ രീതിയിൽ വിതരണം ചെയ്യപ്പെടണം, ഏതൊക്കെ രീതിയിലായിരിക്കണം? This is done through what is called skill inventory. അപ്പൊ ആരൊക്കെ എവിടെയൊക്കെ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്കിൽ ഇൻവെന്ററിയുടെ അടിസ്ഥാനത്തിലാണ്. സ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവനക്കാരുടെയും കഴിവുകൾ അല്ലെ, അവരുടെ സ്കിൽ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും അപ്പോയിന്റ് ചെയ്യേണ്ടത്. സ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? A skill inventory consists of data about each employees. ഓരോ എംപ്ലോയീസിന്റെയും ഡാറ്റാസിനെയാണ്. എന്തിന്റെ ഡാറ്റ? അവരുടെ സ്കിൽസ് അടങ്ങിയ. സ്കിൽസിൽ എന്തൊക്കെ ഉൾപ്പെടാം? സ്കിൽസ്, എബിലിറ്റീസ്, വർക്ക് പ്രിഫറൻസ് അല്ലെ, ഇത്തരം കാര്യങ്ങൾ അടങ്ങിയ ഒരു ഫുൾ ഡാറ്റ ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ എന്തൊക്കെ എംപ്ലോയീസിന് എന്തൊക്കെ കഴിവുകൾ ഉണ്ട്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് അടങ്ങിയ ആ ഒരു ഫുൾ ബേസ് ഡാറ്റയിനാണ് എന്ത് പറയുന്നത്? സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആ തിരഞ്ഞെടുത്ത നമ്പേഴ്സിലുള്ള ആൾക്കാരുടെ സ്കിൽസ് ആദ്യം സെലക്ട് ചെയ്യും. എന്തൊക്കെ സ്കിൽസുകളാണ് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത്, എന്തൊക്കെ എബിലിറ്റീസ് അവർക്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു മൊത്തത്തിലൊരു വിശദാംശങ്ങള് അവർ എംപ്ലോയീസിനെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ ഡാറ്റ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. To audit human resources. അപ്പൊ അങ്ങനെയാണ് കഴിവുകൾ അനുസരിച്ചിട്ടാണ്, ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്, അവരുടെ എബിലിറ്റീസ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും ഓരോ പൊസിഷൻസിലേക്ക് നിയമിക്കപ്പെടുന്നത്. ഓക്കെ. Then ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? To plan job requirements and job descriptions. നെക്സ്റ്റ് പ്ലാൻ എന്താണ്? അപ്പൊ സ്കില്ലിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ എബിലിറ്റീസ് ഒക്കെ ഉള്ള ആ ഡാറ്റാബേസസ് വേർതിരിച്ച് വെക്കുകയും എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ആൾക്കാർക്ക് ഉള്ളതെന്നുള്ളത്, മാൻപവേഴ്സിനുള്ളതെന്നുള്ളത്
എന്താണ് സെപ്പറേറ്റഡ് ആയിട്ട് അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡാറ്റാബേസ്, സ്കിൽ ഇൻവെന്ററീസ് എല്ലാവരുടെയും ഉണ്ടായിരിക്കും. ഓരോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന്റെ എംപ്ലോയീസിന്റെ എന്താണ് ഡാറ്റാബേസ് കയ്യിലുണ്ടായിരിക്കും. അതിനുശേഷമാണ് എന്ത് തയ്യാറാക്കുന്നത്? ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോലി ആവശ്യകതയും ജോലി വിതരണവും തയ്യാറാക്കപ്പെടുന്നത് അതിനുശേഷമുള്ള ഒരു സ്റ്റെപ്പാണ്. ഏതൊക്കെ ജോലിയിൽ ആരെയൊക്കെ നിയമിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് അത് ഉൾപ്പെടുത്തേണ്ടത്. ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോലിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ അല്ലെ, ആവശ്യകതയും ജോലിയുടെ ആവശ്യകതകളും അതിന്റെ വിവരണങ്ങളുമാണ് എന്ത് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. After taking a decision on how many persons would be needed, അല്ലെ, അവസാനമായിട്ടൊരു തീരുമാനത്തിൽ എന്താണ് എത്ര ആൾക്കാരെ ആയിരിക്കണം. ഏതാണോ പ്ലാൻ റിക്വയർമെന്റ്സ് ആണോ? ഫോർത്തോ? പറയാലോ. പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി വിതരണവും ജോലിയുടെ ആവശ്യകതയും ജോലി വിതരണവും. ആർക്കൊക്കെയാണ് ഏതൊക്കെ ജോലികളാണ് വീതിച്ചു നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത് പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ടേക്കിംഗ് എ ഡിസിഷൻ on how many persons would be needed, അപ്പോ ആ പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എത്രയോ ആൾക്കാരെയാണ് ആവശ്യമുള്ളതെന്ന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കും അല്ലെ. ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ എ ജോബ് അനാലിസിസ്. പിന്നെന്താണ് ഒരു ജോബ് അനാലിസിസ് അവിടെ സെറ്റ് ചെയ്ത് എത്ര പേരെ വേണമെന്ന് തീരുമാനിക്കപ്പെട്ടതിന് ശേഷം അല്ലെ, അത് നമ്മളൊരു തീരുമാനം എടുക്കും, ഒരു ഓർഗനൈസേഷൻ തീരുമാനം എടുക്കും എത്ര ഹ്യൂമൻ റിസോഴ്സസിനെ അവിടെ അപ്പോയിന്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കും. ഓക്കെ, പിന്നെന്താണ് അതിനുശേഷം ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കും, ഒരു ജോലി വിതരണം അതിനുശേഷം തയ്യാറാക്കുകയും അപ്പൊ ആ തയ്യാറാക്കിയതിനു ശേഷം അതിനാവശ്യമായിട്ട് ആർക്കൊക്കെയാണ് അതിന് ആ ഡാറ്റാബേസ് ഉണ്ടാവില്ല, ആദ്യം കൊടുത്ത ഡാറ്റാബേസിൽ എന്താണ് എല്ലാ ക്വാളിഫിക്കേഷൻസും എല്ലാ എബിലിറ്റീസും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് അതില് ആ അനാലിസിസിലൂടെ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെ എന്താണ് ആരൊക്കെ ട്രെയിനിങ് കൊടുക്കണം, ആർക്ക് പരിശീലനം കൊടുക്കണം അല്ലെ, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ സെലക്ട് ചെയ്തതിന് മാത്രമായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ടല്ലോ നോക്കി. പ്രിപ്പയർ എ ജോബ് അനാലിസിസ് റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ്, സ്കിൽസ്, ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസ്, experience and responsibilities etc which are needed for a job. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമായി വരണം, എന്തൊക്കെ വേണ്ടി വരും? അവരുടെ സ്കിൽസ് എന്തായിരിക്കണം, എന്തൊക്കെ സ്കില്ലുണ്ട്, എക്സ്ട്രാ സ്കില്ലുകൾ എന്തൊക്കെയുണ്ട്, അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, എബിലിറ്റീസ് എന്തൊക്കെയുണ്ട്, ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടോ, അത്തരം കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും എന്താ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. Job analysis include the preparation of job description and job specification. ഈ ജോബ് അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, ഒരു ജോലിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരണങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അതിന്റെ സ്പെസിഫിക്കേഷൻ, ഒരു തൊഴിലിന്റെ സ്പെസിഫിക്കേഷൻ, പ്രത്യേകതരമായിട്ടുള്ള ജോലിയാണെങ്കിൽ അതിന്റെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതില് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സെപ്പറേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ജോബ് അനാലിസിസ്, എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം കേട്ടോ. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോണേ. ജോബ് അനാലിസിസ് എന്താണ്? ജോബ് അനാലിസിസ് ദ പ്രോസസ് of determining and recording all the relevant information about a particular job. Underline ചെയ്യാട്ടോ. ജോബ് അനാലിസിസ് ജോലി വിവരണം. ജോലി വിവരണം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ എന്ത് ജോലിയാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണമായിരിക്കുള്ളൂ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വർക്കാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രസിദ്ധമായ വിവരണം അതില് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിംഗ് ദ ടാസ്ക്, ഇൻവോൾവ് ദ നോളജ് ആൻഡ് സ്കിൽസ് നീഡഡ് ടു പെർഫോം ദ ജോബ്. പിന്നെന്താണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും?
അതായത് ഒരു പ്രത്യേക ജോലിയെ കുറിച്ച് ഇപ്പൊ ഒന്നുകൂടി പറയാം. പ്രത്യേക ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രസക്തമായ എല്ലാ വിവരണങ്ങളും നിർണ്ണയിക്കുന്ന തരത്തിലൊരു രേഖാമൂലമുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. രേഖപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും എന്ത് ഒരു ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം? നോളജ്, സ്കിൽസ് അല്ലെ, ആളുടെ നോളജ് ഉണ്ടായിരിക്കണം അല്ലെ. നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വാളിഫിക്കേഷൻ അല്ലെ. സ്കിൽസ്, ആൾക്ക് എന്തൊക്കെ സ്കിൽസുകൾ ഉണ്ട് ആ ജോലി പെർഫോം ചെയ്യാനായിട്ട്, ആ ജോലിക്ക് ആവശ്യമായിട്ട്. ഇപ്പൊ ഒരു ജോലി തീരുമാനിക്കുന്ന സമയത്ത് ആള് ക്വാളിഫൈഡ് ആയിരിക്കണം. ഇപ്പൊ ടീച്ചർ ആവുന്ന സമയത്ത് ആൾക്ക് എന്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ബി.എഡോ എം.എഡോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ TTCയോ. ഏത് പൊസിഷൻ ആണോ, ഏതൊരു ഹൈസ്കൂളാണോ UP ആണോ, അതിനനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ ആവശ്യമായിട്ടുള്ള ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും എന്തുണ്ടായിരിക്കണം? നോളജ് ഉള്ള ഒരാളെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. The responsibilities attached to the job and the abilities required to perform the job successfully. അങ്ങനെ കഴിവുള്ളവരെ മാത്രം തെരഞ്ഞെടുത്താൽ മാത്രമേ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആൾക്ക് ആ ജോലി ചെയ്ത് തീർക്കാനും അതുപോലെ തന്നെ എന്താണ് സക്സസ്ഫുൾ ആയിട്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ആൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിന് സെലക്റ്റഡ് ആവാത്ത ഒരാളെ, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെ നമുക്ക് ആ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, ഇനി നോക്കിയേ, നിങ്ങൾ അതൊക്കെ വിട്ടോളൂ, അതൊന്നും നോക്കണ്ട. നീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ജോബ് അനാലിസിസ് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് നോക്കേണ്ടത് ജോബ് റിക്വയർമെന്റ്സ്. ജോബ് റിക്വയർമെന്റ്സ് എന്താണ്? ജോലി ആവശ്യകതകൾ. ജോബ് റിക്വയർമെന്റ്സ് ആർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽസ് നീഡഡ് ഫോർ എ സർട്ടൺ പൊസിഷൻ. എന്താണ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല്? ഒരു നിശ്ചിത സ്ഥാനത്തേക്ക് അല്ലെ, ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥാനത്തേക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതകളും മറ്റ് എബിലിറ്റീസും അടങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്? ഒരു നിശ്ചിത സ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള യോഗ്യതകളും മറ്റു കഴിവുകളെയാണ് എന്ത് പറയുന്നത്? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് നമുക്ക് പൊസിഷനിലേക്ക് ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനായിട്ടുള്ള ക്വാളിഫിക്കേഷനും മറ്റ് എബിലിറ്റീസ് ഉണ്ടെന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. തൊഴിൽ ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ. എന്താണ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല്? ജോബ് റിക്വയർമെന്റ്സ് ആർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽസ് നീഡഡ് ഫോർ എ സർട്ടൺ പൊസിഷൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് വേണ്ട ആവശ്യകതകൾ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷനും സ്കില്ലും അടങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് JD. ജോബ് ഡിസ്ക്രിപ്ഷന്റെ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് JD കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് എ റിട്ടേൺ അക്കൗണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിട്ടേൺ അക്കൗണ്ട് ആണ്. ദാറ്റ്സ് narrate the general task or other related duties and responsibility of a position. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോലി വിതരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു രേഖാമൂലമുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും അല്ലെ. ഒരാളുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തായിരിക്കും? ആളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും അല്ലെ. എന്തൊക്കെയായിരിക്കും? ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ആളുടെ പൊസിഷൻ, ജനറൽ ടാസ്കുകൾ അല്ലെങ്കിൽ ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻ, ഒരാളുടെ ജോലി എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫുൾ വിവരണമാണ് എന്ത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് റിക്വയർമെന്റ്സ് എന്താണ്? ജോബ് റിക്വയർമെന്റ്സ് എന്താണ്? ജോബ് റിക്വയർമെന്റ്സ് ആർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽസ് നീഡഡ് ഫോർ എ സർട്ടൺ പൊസിഷൻ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അതായത് ഒരു നിശ്ചിത സ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള യോഗ്യതകളും കഴിവുകളിനെയാണ് എന്ത് പറയുന്നത്? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. സ്കിൽഡ് നീഡ് ഫോർ എ സർട്ടൺ പൊസിഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്താണ്?
ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് എ റിട്ടൺ അക്കൗണ്ട് അല്ലെ, ഇത് രേഖാമൂലമുള്ള ഒരു അക്കൗണ്ട് ആണ് എന്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? ജനറൽ ടാസ്കുകള്, അതർ റിലേറ്റഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പൊസിഷൻ. ഏത് പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണോ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരണങ്ങളും അടങ്ങുന്ന ഒരു രേഖാമൂലമുള്ളൊരു രേഖാമൂലമുള്ള ഒരു പതിപ്പാണ് എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ടാസ്ക്, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ അതിൽ കംപ്ലീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ജോബ് റിക്വയർമെന്റ്സും ഡിസ്ക്രിപ്ഷൻസും രണ്ടും രണ്ടാണ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്താ? അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഉണ്ടായിരുന്ന പ്ലാന് ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയാണ് അല്ലെ. ഉണ്ടായിരുന്ന പ്ലാനിനെ ഒന്നുകൂടി ഒരു ആസൂത്രണം ചെയ്ത പദ്ധതി ഉണ്ടായിരുന്നു അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻസ് അത് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിനെ ഒന്നുകൂടി എന്താണ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുകയാണ്. ഒന്നുകൂടി അതിനെ കൂടുതൽ മെച്ചപ്പെട്ട ഫെസിലിറ്റീസുകളൊക്കെ ഒരുക്കി കൊടുത്ത് കുറച്ചുകൂടി അതെന്താണ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. Step first refers to the development and implementation of the human resources plan. സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? To develop and implementation of the human resource plan. അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ, കുറച്ച് നിയമാവലികൾ അല്ലെ റെഗുലേഷൻസ് ഒക്കെ കൂടി കുറച്ചുകൂടി ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ, അതിലേക്ക് കൊണ്ടുവരിക. Which consists of finding out sources, labor supply in order to make an effective use of the resources. അപ്പൊ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞ എന്താണ്? To decide on the policy. It is to decide on the policy. എന്താണ് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞ എന്താണ്? ഒരു പോളിസി തീരുമാനിക്കുക. ആദ്യം തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് എന്താണ് ഒരു നല്ല രീതിയിലുള്ള ഒരു പോളിസി കൂടി തീരുമാനിക്കുക അല്ലെ. അതിനാൽ ഒരു പോളിസി തീരുമാനിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യമായി വരുന്നത്. ഓക്കെ, the first thing therefore is to decide on the policy. Should the personnel be hired from the through promotional channels or should it be obtained from an outside sources? അപ്പൊ പോളിസി നിയമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ ആൾക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഓർഗനൈസേഷനിലേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, പ്രമോഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ചിലപ്പോ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അകത്തു തന്നെ ആയിരിക്കാം ചിലപ്പോൾ പ്രമോഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പുറത്തുനിന്ന് ആൾക്കാർ, പുറത്തുനിന്ന് എംപ്ലോയീസിനെ എടുത്തുമായിരിക്കാം ആ പോളിസിയിലൂടെ ആൾക്കാർക്ക് കയറ്റം കൊടുക്കുന്നത്. ഇനി ബെസ്റ്റ് പോളിസി ഫോളോഡ് ബൈ മോസ്റ്റ് ഓർഗനൈസേഷൻ ഇസ് ടു ഫുൾഫിൽ higher vacancies by promotion and lower level positions by recruitment from the labor market. ഇനി ചിലപ്പോ ഓർഗനൈസേഷൻ അകത്തു നിന്നും ആൾക്കാരെ എടുക്കാം, അല്ലെങ്കിൽ എന്താണ് പുറത്തു നിന്നും എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ ഒരു പ്രോസസ്സും കൊണ്ടുവരാം, അങ്ങനെ ഒരു പോളിസിയും കൊണ്ടുവരാം. അല്ലാതെ എന്താണ് മോസ്റ്റ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹയർ വേക്കൻസീസ് ഉണ്ടായിരിക്കും അല്ലെ. ഒട്ടുമിക്ക ഓർഗനൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞ എന്താണ്? ഉയർന്ന ഒഴിവുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഹയർ വേക്കൻസീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെങ്ങനെയാണ് ഹയർ വേക്കൻസീസ് ഉള്ളത് പ്രമോഷൻ കൊടുത്ത്, അവിടെയുള്ള എംപ്ലോയീസിനെ പ്രമോഷൻ കൊടുത്തിട്ടായിരിക്കാം എന്താണ് ആൾക്കാരെ ഹയർ പൊസിഷൻസിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ താഴെയുള്ള പൊസിഷനിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, താഴെയുള്ള ലോ ലെവൽ പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ. അവരെ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലേബർ മാർക്കറ്റിൽ നിന്നുമായിരിക്കും ലോവർ പൊസിഷൻസിലുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഹയർ വേക്കൻസീസ് ഉള്ളവർ എങ്ങനെയാണ്? അവർക്ക് പ്രമോഷൻസ് കൊടുക്കും അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ഒരു മികച്ച നയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന ഒഴിവുകൾ പ്രമോഷനിലൂടെ ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഉയർന്ന ഹയർ വേക്കൻസീസ് ഒക്കെ അവര് പ്രമോഷൻസ് കൊടുത്തിട്ടാണ് തൊഴിലാളികളെ പ്രമോഷൻസ് കൊടുത്തിട്ടാണ് ആ പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലോ ലെവൽ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്? അവരെ ലേബർ മാർക്കറ്റിൽ നിന്നുമായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെ. തൊഴിലാളികളുടെ ഒരു സംഘടന ഉണ്ടായിരിക്കും, തൊഴിലാളി മാർക്കറ്റിൽ നിന്നുമായിരിക്കും എംപ്ലോയീസിന്റെ ഒരു കൂട്ടം ഉണ്ടായിരിക്കും, അവരിൽ നിന്നുമായിരിക്കും ലോവർ ലെവൽ പൊസിഷനിലുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്.
അപ്പൊ എന്താണ് ആദ്യം ഉണ്ടായ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻസിനെ അവർ കുറച്ചും കൂടി എന്താണ് ഡെവലപ്പ് ചെയ്യും. പുതിയ നിയമങ്ങളും പോളിസീസ് ഒക്കെ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇംപ്ലിമെന്റേഷൻസ് കൊണ്ടുവരുന്നു. പിന്നെന്താണ് ഒരു പോളിസി ഫോം ചെയ്യിപ്പിക്കുന്നു അല്ലെ, പുതിയൊരു പോളിസി കൊണ്ടുവരുന്നു. അതിലെന്താണ് അവിടെ ചിലപ്പോ അകത്തു നിന്നുള്ള തൊഴിലാളികളെ ചിലപ്പോൾ ഹയർ പൊസിഷൻസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പുറത്തു നിന്നും തൊഴിലാളികളെ സെലക്ട് ചെയ്തതിനു ശേഷം ഇന്റർവ്യൂസ് ഒക്കെ വെച്ച് സെലക്ട് ചെയ്തതിനു ശേഷം അവരെ ഹയർ പൊസിഷൻസിലേക്ക് മാറ്റാം. അല്ലാതെ പിന്നെ ചെയ്യുന്നത് എന്താണ്, ഈ ഹയർ വേക്കൻസീസിലുള്ളത് അല്ലെ, മോസ്റ്റ് ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യം എന്താണ്, ഉയർന്ന ഒഴിവുകള് പ്രമോഷനിലൂടെയും താഴ്ന്ന തരത്തിലുള്ള തസ്തികകൾ എങ്ങനെയാണ്, താഴ്ന്ന തരത്തിലുള്ള പൊസിഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ലേബർ മാർക്കറ്റിലൂടെയാണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ലേബർ മാർക്കറ്റിലൂടെയാണ് താഴ്ന്ന ലെവലിലുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് പ്രധാനമായി വരുന്നത്? ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു? ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. നിങ്ങൾ ഹെഡിങ്ങുകൾ മാത്രം പഠിക്കുക കേട്ടോ, അതിനുള്ളിലുള്ള കാര്യങ്ങൾ പഠിക്കണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു ഗോള് ഡിസൈഡ് ചെയ്യുക, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്തുമായി ബന്ധപ്പെട്ട്? മികച്ച കഴിവുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യമായിരിക്കണം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. അല്ലെ, ഭാവിയിലേക്കുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ തീരുമാനിക്കുകയും അതുപോലെ തന്നെ എന്താണ് മാൻ പവർ നീഡ്സ് അല്ലെ, മനുഷ്യന്റെ ആവശ്യകതകൾ കൂടി കണക്കാക്കുകയും വേണം. ഓക്കെ, then to audit human resources. To audit human resources ലെ സ്കിൽ ഇൻവെന്ററി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സ്കിൽ ഇൻവെന്ററി എന്താണെന്ന് പഠിച്ചു വെക്കുക. എന്താണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാല്? സ്കിൽ ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് എ data about each employee's skill, abilities, work preference and other items of information. അല്ലെ, ഒരു അവിടെ ജോലി ചെയ്യുന്നവരുടെ ക്വാളിഫിക്കേഷൻ ആണ്, ജീവനക്കാരുടെ ക്വാളിഫിക്കേഷൻ ആണ് എന്ന് പറയുന്നത്, അവരുടെ സ്കില്ലും എബിലിറ്റീസുമാണ് സ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോലി ആവശ്യകതകളും ജോലി വിതരണവും തയ്യാറാക്കപ്പെടുന്നു അല്ലെ, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കപ്പെടുന്നു. ജോബ് അനാലിസിസ് വരുന്നുണ്ട്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോബ് അനാലിസിസ് എന്താണ്? പ്രോസസ് ഡിറ്റർമിനിങ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ റെലവന്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പെർട്ടിക്കുലർ ജോബ്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു? ടാസ്ക് ഇൻവോൾവ് വിത്ത് നോളജ് ആൻഡ് സ്കിൽ നീഡഡ് ടു പെർഫോം ദ ജോബ്. ഓക്കെ, ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല്, ജോബ് റിക്വയർമെന്റ്സ് എന്താണ്? ജോബ് റിക്വയർമെന്റ്സ് എന്താണ്? Job requirements are qualification and skills needed for a certain position. ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? റിട്ടൺ അക്കൗണ്ടിങ് നേച്ചർ അല്ലെ, ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതില്. narrate the general task, then other related duties and responsibilities of a position. ഒരു റിട്ടേൺ അക്കൗണ്ട് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോബ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്, ജോബ് റിക്വയർമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക അല്ലെ, പുതിയ ഇംപ്ലിമെന്റേഷൻസ് കൊണ്ടുവന്ന് ആ പ്ലാൻ ഒന്നുകൂടി, അതായത് പുതിയ പോളിസീസ് കൊണ്ടുവന്ന് പുതിയ രീതിയിലുള്ള ജീവനക്കാരെ നിയമിക്കുക, ഹയർ വേക്കൻസീസ് ഉള്ളവരെ ഹയർ പ്രൊമോഷൻസ് കൊടുക്കുക, ദെൻ ലോവർ പൊസിഷനിലുള്ളവരെ ലേബർ മാർക്കറ്റിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.
ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. ആദ്യം തയ്യാറാക്കിയിരുന്ന പ്ലാൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതും പുതിയ നിയമാവലികൾക്ക് കൊണ്ടുവന്നിട്ടാണ് ആ പ്ലാൻ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നത്. ഓക്കെ, ഈ 5 പ്രോസസ്സിലൂടെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. മനുഷ്യ വിഭവശേഷി ആസൂത്രണം ചെയ്യുന്നത് പ്രധാനമായും ഈ 5 സ്റ്റെപ്സിലൂടെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിനെ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. എന്തോരം കാര്യങ്ങൾ നോക്കി, ഒരുപാട് കടമ്പ കടന്നിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കംപ്ലീറ്റഡ് ആവുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡിസംബർ 15 എന്റെ മാരേജ് ആണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സർപ്രൈസ് ചെയ്തത്. ഡേറ്റ് കൺഫേം ആയിരുന്നില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ.